ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യ ആഴ്ചയിലെ എവിഷനാണ് നടന്നത്. രതീഷ് കുമാർ പുറത്തായിരിക്കുകയാണ്. ശരിക്കും പ്രേക്ഷകരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണോ രതീഷ് എവിറ്റായത്? ഒരു വലിയ ചോദ്യം തന്നെയാണ്. നിലവിൽ ബിഗ് ബോസ് രതീഷിനെ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയതിന് പുറത്താക്കിയതാണെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു രീതിയിലുമല്ല പുറത്താക്കിയിരിക്കുന്നത്. സാധാരണ ഒരു എവിഷൻ പ്രോസസ് നടക്കുന്നത് പോലെ തന്നെയാണ് രതീഷിനെ പുറത്താക്കിയിരിക്കുന്നത്. അതായത് പ്രേക്ഷകരുടെ വോട്ടിംഗ് കുറവായതുകൊണ്ട്. രതീഷ് ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം തീർത്തും കണ്ടസ്റ്റൻസിനെയും പ്രേക്ഷകരെയും വെറുപ്പിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ലൊരു ശതമാനം പ്രേക്ഷകർ രതീഷ് എവിറ്റ് ആയിരുന്നെങ്കിലെന്നും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതൊക്കെ വാസ്തവം തന്നെ. എന്നാൽ രതീഷ് എന്ന കണ്ടസ്റ്റന്റ് എത്ര വെറുപ്പിച്ചു എന്ന് പറഞ്ഞാലും വോട്ടിങ്ങിൽ വലിയ കുറവൊന്നും രതീഷിന് ഇല്ല എന്ന് തന്നെ പറയാം. നമുക്കൊരിക്കലും ഹോട്ട്സ്റ്റാർ ഒഫീഷ്യൽ വോട്ടിംഗ് കൗണ്ട് ഒന്നും അറിയാൻ സാധിക്കില്ല. എങ്കിലും പല അൺഒഫീഷ്യൽ പോളുകളും നോക്കിയാൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു രതീഷ്. കഴിഞ്ഞുപോയ ആഴ്ചയിലെ എവിഷനിൽ ഉണ്ടായിരുന്ന സുരേഷ്, ജിൻഡോ, നോറ എന്നിവർക്കൊക്കെ രതീഷിനേക്കാളും വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. അതിനൊരു ചാൻസുമില്ല. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഈ കഴിഞ്ഞ എവിഷൻ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലല്ല നടത്തിയതെന്ന് വ്യക്തമാണ്. പിന്നെ എന്തിനാണ് പ്രേക്ഷകരെ കൊണ്ട് ഇങ്ങനെ വോട്ട് ചെയ്യിപ്പിക്കുന്നത്? പ്രേക്ഷകർ വോട്ട് ചെയ്ത് പ്രേക്ഷകരുടെ തീരുമാനത്തിലാണെങ്കിൽ വോട്ട് കുറവുള്ള വ്യക്തിയെ പുറത്താക്കണം. അതല്ല നിയമലംഘനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ പുറത്താക്കുന്നതെങ്കിൽ അതിനൊരു വ്യക്തത വേണം. അതല്ലേ മര്യാദ? ഒന്നുമല്ലെങ്കിലും ഇത്രയും പ്രേക്ഷകർ ബിഗ് ബോസ് മലയാളം കാണുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് കുറച്ചൊക്കെ മര്യാദയാവാം. അല്ലാതെ കാര്യകാരണം വ്യക്തമാക്കാതെ ഒരാളെ പുറത്താക്കാനാണെങ്കിൽ പ്രേക്ഷകരെ എല്ലാം വിഡ്ഢികളാക്കിക്കൊണ്ട് എന്തിനീ വോട്ടിംഗ്? രതീഷ് എന്ന കണ്ടസ്റ്റന്റിനെ പുറത്താക്കിയതിലൊന്നും ഒരു പരാതിയുമില്ല. എന്നാൽ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലല്ല രതീഷിനെ പുറത്താക്കിയതെന്ന് ആർക്കും മനസ്സിലാകും. കാരണം ഒരിക്കലും ഏറ്റവും കുറവ് വോട്ടുകൾ രതീഷിനായിരിക്കില്ല എന്നത് കോമൺ സെൻസ് ഉള്ള ഒരു പ്രേക്ഷകന് മനസ്സിലാകും. അപ്പോൾ പ്രേക്ഷകരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് ബിഗ് ബോസ് ടീമിന്റെ ഇഷ്ടത്തിന് ഒരാളെ പുറത്താക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക.